ഹായ് പ്രിൻസസുകൾ, ഇനി നമുക്കൊരു ഡാർക്ക് സർക്കിൾ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രിക്ക് നോക്കിയാലോ. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവും അൺഡ്രൈയിൽ. അപ്പോൾ അതിനുള്ള ട്രിക്ക് നമുക്ക് നോക്കാം. ഓക്കെ, 5 മിനിറ്റിനുള്ളിൽ അത് മാറ്റിയെടുക്കാം നമുക്ക്. ഡാർക്ക് സർക്കിൾ എങ്ങനെയാണെന്ന് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ബാക്കി ഫേസ് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഡാർക്ക് സർക്കിൾസ് എന്തുകൊണ്ടാണ് വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും, കൂടുതൽ മൊബൈൽ യൂസ്, പിന്നെ നമ്മൾ ഉറക്കം കുറവ് വന്നു കഴിഞ്ഞാൽ, പിന്നെ ജെനറ്റിക്കലി വരും, പിന്നെ നമുക്കിപ്പോൾ വെള്ളം ഡീഹൈഡ്രേഷൻ, ഇപ്പോൾ എന്തായാലും ചൂടാണ്, അപ്പോൾ ഡീഹൈഡ്രേഷൻ ഭയങ്കര കൂടുതൽ വരാനായിട്ട് കാര്യം വരും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മളുടെ ഡാർക്ക് സർക്കിൾസ് ഭയങ്കരമായിട്ട് കൂടുന്നത്. അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ ഇന്ന് എന്താ പാക്ക് ഇടാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി നമ്മൾ ഇച്ചിരി വെള്ളത്തിലിട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കണ്ട അടിയിൽ. കാപ്പിപ്പൊടി നമുക്ക് നല്ല രീതിക്ക് സഹായിക്കും ഈ ഡാർക്ക് സർക്കിൾസ് മാറാൻ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഐസ് വെച്ച് ഒന്ന് ഇങ്ങനെ ചിലപ്പോൾ ഒലിച്ചൊക്കെ വരും, ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ അതേപോലെ തന്നെ ഇപ്പുറത്തും നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റ് മസാജ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ 5 മിനിറ്റ് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. നമുക്ക് എൻ്റെ കാപ്പിപ്പൊടി നമ്മളുടെ ബ്ലാക്ക് സർക്കിൾസിനെ റെഡ്യൂസ് ചെയ്യാൻ നല്ല രീതിക്ക് സഹായിക്കും. കാപ്പിപ്പൊടി നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ഐസ് നമ്മളുടെ പഫിനെസ് ഒക്കെ മാറ്റാൻ നല്ല രീതിക്ക് സഹായിക്കും. ഓക്കെ, അപ്പം അതൊക്കെ നമ്മളെന്തായാലും നമ്മൾ ഇതൊക്കെ എന്തായാലും ചെയ്തു കൊടുക്കണം. നാച്ചുറൽ റെമഡീസ്. അപ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും പോവുള്ളൂ. നമ്മളുടെ ഡാർക്ക് സർക്കിൾസൊക്കെ ഐസ് വാട്ടർ വെച്ച് നമ്മൾ ഫേസ് വാഷ് ചെയ്താൽ പോലും നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. അതിനൊക്കെയാണ് നമ്മൾ കൂളിംഗ് എഫക്റ്റും ഒക്കെ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസ് വാട്ടർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് വീക്കിലി 3 ടൈംസ് എങ്കിലും നമ്മൾ ഒരു 3 to 4 ടൈംസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു പ്രശ്നമില്ല. നമ്മുടെ ഡാർക്ക് സർക്കിൾസ് മാറാനായിട്ട് നല്ല രീതിക്ക് സഹായിക്കും. ഇപ്പം തന്നെ കണ്ടോ, എൻ്റെ ഐസിൻ്റെ ഒരു ഇത് മാറിയിട്ടുണ്ട്. നല്ല രീതിക്ക് കുറവ്, ഒരു മങ്ങിയ രീതിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി 2 ദിവസമൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റിസൾട്ട് കണ്ടപ്പോഴാണ് നിങ്ങൾക്കിത് സജസ്റ്റ് ചെയ്യാൻ വന്നത്. ഞാനിപ്പോൾ 2-3 ദിവസമായി ഞാൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് തോന്നി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ സജഷൻ തന്നത്. ഇത് വെച്ച് സജസ്റ്റ് ചെയ്യാം, ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എനിക്ക് നല്ല റിസൾട്ട് കണ്ടപ്പോൾ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ഇപ്പം വേനൽക്കാലമാണ്, നമുക്ക് സ്കിൻ, ഐസിൻ്റെ ഒക്കെ കാര്യങ്ങൾ, ബോഡിയൊക്കെ നമ്മൾ നല്ല രീതിക്ക് നോക്കണം, അല്ലെങ്കിൽ ഭയങ്കര രീതിക്ക് പ്രശ്നമാവും. ഇത് മാറ്റണമെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് ഉറങ്ങുക. 7 to 8 മണിക്കൂറോളം നമ്മൾ ഉറങ്ങുക. നല്ല രീതിക്ക് വെള്ളം കുടിക്കുക. ഇപ്പം എന്തായാലും വെള്ളം കുടിക്കാണ്ടിരിക്കരുത്. നിങ്ങളിപ്പോൾ ഈ സമ്മർ സീസൺ ആയതുകൊണ്ട് എന്തായാലും വെള്ളം കുടിക്കുക. ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് മാക്സിമം ഇറങ്ങാണ്ടിരിക്കുക. കാരണം നമ്മൾ ഭയങ്കര രീതിക്ക് ബോഡി ഈ സൺലൈറ്റ് കൊള്ളുമ്പോൾ റിയാക്റ്റ് ആവും. ഇപ്പം അത് കാരണം കൊണ്ട് വെള്ളം മസ്റ്റായിട്ടും കുടിക്കുക. അതിലൂടെ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അങ്ങനെയൊക്കെ കഴിക്കുക. ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളെ ഫേസും എല്ലാം നമ്മൾ നോക്കണം. ഇപ്പം ഏകദേശം നമ്മൾ ഹോം റെമഡീസൊക്കെ ഇഷ്ടമാതിരി എടുക്കുക. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഈസി ആയിട്ടുള്ള ഹാക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ പ്രിൻസസുകൾ.